അത്ര എളുപ്പമല്ല അത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ജേർണി തുടങ്ങുന്ന സമയത്ത് മനസ്സിൽ വളരെ സിമ്പിളായിട്ടായിരുന്നു എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നാളെ പോയി സ്റ്റാർട്ടപ്പ് മിഷനെ പ്രസൻറ്റ് ചെയ്യുന്നു, 10 ലക്ഷം രൂപ ഗ്രാൻഡ് വാങ്ങുന്നു, അത് വെച്ച് അടുത്ത പരിപാടി ചെയ്യുന്നു, അതുകൊണ്ട് അടുത്ത ഫണ്ടറെ കാണുന്നു, അവരുടെ അടുത്ത് നിന്ന് വാല്യൂഷൻ വെച്ച് പൈസ വാങ്ങിക്കുന്നു, അടുത്ത പരിപാടി ചെയ്യുന്നു. ഇതൊന്നും നടക്കില്ല. അതാണ് സത്യസന്ധമായ വശം. ഗ്രാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാതെ ഗ്രാൻഡ് കിട്ടില്ല. അത് പലരുടെ ഇടയ്ക്കുള്ളൊരു ധാരണയാണ്, തെറ്റാണ്, കിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഗ്രാൻഡ് കിട്ടും പ്രൊവൈഡഡ് യുവർ പ്രൂവൺ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി കൊടുത്താലേ നമുക്ക് അത് നടക്കുള്ളൂ. ഒന്നത്. പിന്നെ 2, ഞാൻ 19 മുന്നേ നമ്മൾ കേട്ട് വന്ന ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എൻ ഐഡിയ വിൽ ഗെറ്റ് ദി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുട്ട് ചെയ്ത് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് വിന്റർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ്. അത്ര എളുപ്പം ഇൻവെസ്റ്റ് ചെയ്യൂല അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് ക്ലിയർ ട്രാക്ഷൻ. നമ്മളുടെ ആദ്യത്തെ ചലഞ്ചും അത് തന്നെയായിരുന്നു, ട്രാക്ഷൻ കാണിക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും തുടക്കത്തിൽ ട്രാക്ഷൻ കാണിക്കാൻ. അന്നേരം ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ VCസിൻ്റെ അടുത്തൊന്നും ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് ഏഞ്ചൽസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.